പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ദീപ്തി മനസ്സിലാക്കുന്നുണ്ട് വിക്രം ആ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ദീപ്തി വഴി വരുണിൻ്റെ യഥാർത്ഥ കൊലപാതകിയെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് വിക്രമും വേദയും. അതിൻ്റെ മുന്നോടിയായി ദീപ്തി വാസവനെ പോയി കാണുന്നുണ്ട്. വിക്രം ചേട്ടനാണ് ആ കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ പുളിക്കലിനെ പൊക്കണം. അയാൾക്കറിയാം ആരാണ് യഥാർത്ഥ കൊലയാളി എന്ന്. എന്നിട്ട് വിശ്വസിച്ചാൽ മതിയെന്ന് ദീപ്തിയുടെ വാക്കുകൾ കേട്ടതും വാസവൻ പുളിക്കലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. രാജേട്ടനെയും കൂട്ടുകാരെയും വിളിച്ച് പുളിക്കൽ എവിടെയാണെന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം ശ്രീകാന്തിനെ അപ്പോൾ തന്നെ വിളിച്ച് വാസവൻ്റെ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഒരു സേവകൻ. എല്ലാ കാര്യങ്ങളും അയാൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ തീരുമാനം അതാണ്. ദീപ്തിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേദയായിരിക്കുമെന്ന് ജയശങ്കർ പറയാണ്. അതെ, വേദ തന്നെയാണ് അവളെ ഇളക്കി വിട്ടിട്ടുണ്ടാവുക. വാസവൻ്റെ മനസ്സിലിരിപ്പ് അറിയണം. അങ്ങനെ ശ്രീകാന്ത് വാസവനെ ചെന്ന് കാണുകയാണ്. വാസവനോട് പറയും ആ വിക്രമാണ് അത് ചെയ്തത്, അതിൻ്റെ പിന്നിൽ മറ്റാരുമില്ല എന്ന്. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ, ശ്രീകാന്തിൻ്റെ അനിയത്തി തന്നെയാണ് പുളിക്കലിനെ എല്ലാം അറിയാമെന്ന രീതിയിൽ എന്നോട് സംസാരിച്ച് സംശയം പറഞ്ഞത്. പുളിക്കലിനെ കണ്ടെത്തി യഥാർത്ഥ പ്രതിയെ എനിക്ക് അറിയണം. എനിക്ക് വേണ്ടത് എൻ്റെ മകനെ കൊന്ന കൊലപാതകിയെയാണ്. ആരെങ്കിലും പിടിച്ച് അതിൻ്റെ പ്രതികാരം തീർത്തത് കൊണ്ട് എനിക്ക് കാര്യമില്ല. എന്തായാലും ആ വഴിക്കും കൂടെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിക്രമിനെ എൻ്റെ കയ്യിൽ കിട്ടും, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് വാസവൻ പറയാണ്. എന്നാൽ പുളിക്കൽ എവിടെയാണെന്നും കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് വാസവൻ. ഒരിക്കലും വാസവൻ്റെ കയ്യിൽ പെടാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയാണ് ഗൗതം. അതിനുശേഷം വാസവൻ്റെ വാക്കുകൾ കേട്ടതും രാജേട്ടനും കൂട്ടുകാരും പുളിക്കലിന് വേണ്ട അന്വേഷണത്തിലാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ ഓരോ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു പോകുമ്പോൾ വാസവൻ്റെ കൂടെയുള്ള ആളും കൂടെ ഉണ്ടാവും. അയാൾ മാറി നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ജോസഫ് കേൾക്കാൻ ഇടയാവുന്നുണ്ട്. തൽക്കാലം നമുക്കിവിടെ അന്വേഷണം നിർത്താം. വാസവൻ്റെ കൂട്ടത്തിലും അയാളെ ഒറ്റുന്ന ഒരാളുണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പായി. എന്താ ജോസഫെ നീ ഇങ്ങനെ പറഞ്ഞത് എന്ന് രാജേട്ടൻ്റെ വാക്കുകൾ കേട്ടതും ജോസഫ് താൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാസവൻ്റെ വലങ്കൈയായി നടക്കുന്ന ജോണിയും അയാളുടെ ഒറ്റുകാരനാണോ? അത് സൂക്ഷിക്കണമല്ലോ. അതെ, അതുതന്നെയാണ് പറഞ്ഞത്. ശ്രീനിവാസൻ സാറിൻ്റെ വലങ്കൈ ആയിരുന്നല്ലോ പുളിക്കൽ. എന്നിട്ടോ വിക്രമിനെ തക്കം നോക്കി കിട്ടിയപ്പോൾ വിക്രമിനെ ചതിച്ചില്ലേ? അത് ശ്രീകാന്തിൻ്റെ പണം കണ്ടിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. യഥാർത്ഥ പ്രതിയെ എന്തായാലും പുളിക്കലിന് അറിയാം. അതുകൊണ്ടാണല്ലോ വിക്രമിൻ്റെ പേര് വിളിച്ചു പറയാൻ വേണ്ടി അയാൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ളത്. എന്തായാലും അയാളെ പൊക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു ഷോപ്പിലേക്ക് വന്നെന്ന് അറിവ് കിട്ടിയതും അവർ ആ ഭാഗത്ത് നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരു കുറ്റിക്കാട്ടിലായിട്ട് മറഞ്ഞു നിൽക്കുകയായിരിക്കും. ആ ഒരു സമയത്താണ് ആ ഭാഗത്തേക്ക് പുളിക്കൽ വരുന്നത്. എന്നിട്ട് അവിടെ ഒരു ബൂത്തിൽ കയറിയിട്ട് ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പുളിക്കലിനെ കണ്ടതും ഇവർ 3 പേരും കൂടെ പുറകെ പോയി ഫോൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാളെ പിടികിടുന്നുണ്ട്. വലിച്ചൊരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞു, വാസവൻ്റെ കയ്യിൽ നിന്നെ കൊണ്ടുപോയി കൊടുക്കും ഞങ്ങൾ, അല്ലെങ്കിൽ വിക്രമിൻ്റെ പേര് പറയാൻ നിനക്ക് ആരാടെ കൊട്ടേഷൻ തന്നത് എന്നിങ്ങനെ ചോദിച്ച് തല്ലിച്ചതയ്ക്കാണ്. വാസവൻ സാറ് ഇതേ പുളിക്കലിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അവനക്ക് അറിയാം യഥാർത്ഥ പ്രതി ആരാണെന്ന് എന്ന് ഫോൺ ചെയ്ത് പറയാട്ടോ. വാസവൻ പറഞ്ഞ പ്രകാരം അവരും പുളിക്കലിനായിട്ട് വാസവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വാസവനെ കണ്ടതും പുളിക്കൽ പറയും, സാറേ എനിക്കൊന്നും അറിയില്ല, വിക്രം തന്നെയാണ് അവനെ കുത്തിയത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എടാ നീ കള്ളം പറയുകയാണ്, സത്യം പറയടാ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. വിക്രം ആ സമയത്ത് വേദിയോട് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ശ്രീകാന്താണെന്ന് അവൾ തുറന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്തിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ വിക്രം ആ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേദ തടഞ്ഞു നിർത്തുക കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അങ്ങനെ വാശി പിടിച്ചാണ് വിക്രം പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരിച്ച് വേദയുടെ വീട്ടിലേക്ക് പോകാൻ അയാൾ സമ്മതിക്കുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വിക്രമിനെ രക്ഷിക്കണം എന്ന രീതിയിലാണ് വേദ. ആ സമയത്ത് അച്ഛൻ വിക്രമിനോട് പറയുന്നുണ്ട്, നീ പോലീസിന് കീഴടങ്ങണം, നിന്നെ രക്ഷിക്കാൻ വേദയുണ്ടല്ലോ. യഥാർത്ഥ പ്രതിയെ കൺമുന്നിൽ വേദ കൊണ്ടുവരും. ഇല്ല, യഥാർത്ഥ പ്രതിയെ എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ആ സമയം പുളിക്കലിനെ ചോദ്യം ചെയ്യുകയായിരിക്കും വാസവൻ. വേദയ്ക്ക് അറിയാം വിക്രം എവിടെയാണെന്ന്. ജോസഫ് വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വേദയെ വിക്രം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പുളിക്കലിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, വാസവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾക്കറിയാലോ യഥാർത്ഥ പ്രതി ആരാണെന്ന്. വിക്രം എവിടെയാണ്? അങ്ങനെ വേദയും വിക്രമിനെയും കൊണ്ട് പുളിക്കലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിക്രമിനെ അവിടെ കണ്ടതും വാസവന് ദേഷ്യം വരികയാണ്. പുളിക്കലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ആരാടാ നിനക്ക് അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നത്? വരുണിനെ ഞാൻ കുത്തിയത് നീ കണ്ടതാ എന്ന് നീ പറഞ്ഞല്ലോ, അത് ഈ വിക്രം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും പുളിക്കൽ കള്ളം പറയുമ്പോൾ പുളിക്കലിൻ്റെ ചെകിട്ടത്തൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പുളിക്കലിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ ശ്രീകാന്തിൻ്റെ പേര് കണ്ടതും വാസവൻ ഒന്ന് ഞെട്ടുന്നുണ്ട്.
എന്നിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടുകയാണ്. ഈ സമയം പുളിക്കൽ ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്നാൽ ശ്രീകാന്ത് പറയും, പുളിക്ക നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്നും പറയേണ്ട, ഞാൻ പറയുന്നത് നീ അക്ഷരം പ്രതി കേട്ടാൽ മതി. വാസവൻ്റെ ആളുകൾ നിന്നെ തിരയുന്നുണ്ട്. വിക്രമിനെ രക്ഷിക്കാനുള്ള പണിപാടിലാണ്. ആരെന്ത് ചോദിച്ചാലും വിക്രമാണ് അത് ചെയ്തതെന്ന് നീ പറയുക തന്നെ വേണം. അങ്ങനെ തന്നെ നീ പറയാൻ പാടുള്ളൂ. നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. വരുണിൻ്റെ യഥാർത്ഥ കൊലപാതകിയെ നിനക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ ശ്രീകാന്തിനെയോ ജയശങ്കറിനെയോ നീ എങ്ങനെ ഒറ്റ കൊടുത്താലുണ്ടല്ലോ പുളിക്ക, നിന്റെ കുടുംബം തന്നെ ഇല്ലാതാവും. നീയും പിന്നെ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്വരം കേട്ടതും വാസവനും വിക്രമനും എല്ലാം ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല. വാസവൻ്റെ കൂടെ നിന്ന് ശ്രീകാന്ത് ചതിച്ചതാണെന്ന കാര്യം വാസവന് മനസ്സിലാവുകയാണ്. ഈ ലോകത്തു നിന്ന് തൻ്റെ മകനെ പറഞ്ഞയക്കാൻ ഏറ്റവും കൂടുതൽ ധൃതി കാണിച്ചതും ശ്രീകാന്താണ്. സ്വന്തം അനിയത്തിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമോ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു അവന്. അങ്ങനെ കൊല്ലാനാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെയാണല്ലോ വിക്രമിനെ പ്രതിയാക്കിക്കൊണ്ട് വിക്രമിനെയും ജയിലിലടയ്ക്കാൻ വരുണിനെയും ഇല്ലാതാക്കി രണ്ട് പെങ്ങന്മാരുടെയും ജീവിതം സേഫ് ആക്കിയതാണ് അവനെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. വാസവന് ദേഷ്യം കൊണ്ടിങ്ങനെ വിറയ്ക്കുകയാണ്. തൻ്റെ കൂടെ നിന്ന് ചതിച്ചത് മറ്റാരുമല്ല ശ്രീകാന്താണെന്ന് മനസ്സിലാക്കിയാൽ തൻ്റെ കയ്യിലുള്ള ഗണ്ണ് എടുത്തുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് കയറാണ്. ഈ സമയത്ത് വിക്രം അയാളെ തടയുന്നുണ്ട്. അവിവേകം കാണിക്കരുത്, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ മാറി നിൽക്കട, എൻ്റെ മകൻ്റെ ജീവനെടുത്ത് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആ സമയം വേദ പറയും, സാർ പ്ലീസ്, ഒരുപാട് ശിക്ഷയും ഒരുപാട് കാര്യങ്ങളുമുണ്ട്. നിയമത്തിനെതിരെ ഏട്ടൻ ചെയ്തത് അതെല്ലാം കോടതിയിൽ എനിക്ക് തെളിയിച്ചേ മതിയാകൂ. ഇപ്പോൾ ഒന്നിനും തുനിയരുത്. അയ്യോ, ആ സമയത്ത് വാസവൻ അവരുടെ വാക്കുകളൊന്നും ഗൗനിക്കാതെ തൻ്റെ ജീപ്പും എടുത്തുകൊണ്ട് നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. പോകുന്ന വഴി ശ്രീകാന്തിനെ ഫോൺ വിളിക്കുകയാണ്. എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം, പുള്ളിക്കിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വിക്രം തന്നെയാണ് ആ ചതി ചെയ്തത്. അങ്ങനെ ശ്രീകാന്തിനെ പറഞ്ഞൊരു വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. ശ്രീകാന്തിന് തൻ്റെ അപകടം മണക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തും ശങ്കറും അവിടെ നിന്ന് മുങ്ങുകയാണ്. വാസവൻ്റെ കയ്യിൽ പെടുന്നില്ല. അങ്ങനെ വാസവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിക്രം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. വിക്രമിനോട് താൻ ചെയ്ത ചതിയും വിക്രമിനെ താൻ തെറ്റിദ്ധരിച്ചതും ഓർത്ത് വാസവന് വല്ലാതെ വിഷമവും വേദനയൊക്കെ തോന്നുകയാണ്. വിക്രമിൻ്റെ അരികിലേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ച്, സോറി, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, നിൻ്റെ വീട്ടുകാരെയും ഞാൻ ഉപദ്രവിച്ചു, നീയാണ് തൻ്റെ മകനെ കൊന്നതെന്ന ഉള്ള ഒരു ധാരണ വെച്ചാണ്. പക്ഷേ തൻ്റെ കൂടെ നിന്നവർ തന്നെയാണ് തന്നെ ചതിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിന് ഈ പകയും രാഷ്ട്രീയവും ഒക്കെ, എല്ലാം മതിയായി. എൻ്റെ മകൻ ഞാൻ കാരണം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത് ശരി തന്നെ, പക്ഷേ അവൻ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വിക്രമ വാസവനും പിന്നെ ഒറ്റക്കെട്ടാവുന്നുണ്ട്. എന്നാൽ വേദ വരുണിൻ്റെ കൊലയാളികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാണ്. തൻ്റെ ഏട്ടനാണെങ്കിൽ പോലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന ദൃഢനിശ്ചയത്തിലാണ് വേദ. പിറ്റേ ദിവസം മുതൽ ശ്രീകാന്തിനെ ആ വീട്ടിൽ കാണുന്നില്ല. വാസവനാണെങ്കിലും അയാളെ തിരഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയൊക്കെ കോടതിയിൽ കേസ് ഇനി വീണ്ടും വിചാരണയ്ക്ക് വരുന്നുണ്ട്. ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കോടതിയിൽ വെച്ച് ശ്രീകാന്തിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വേദ ജഡ്ജി ശങ്കരനാരായണൻ്റെ മുൻപിൽ വെച്ച് തന്നെ തെളിയിക്കുകയാണ്. അതോടുകൂടിയിട്ട് സ്വന്തം മകനു വേണ്ടി വിധി പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് ശങ്കരനാരായണന്. ഇത് വരാൻ പോകുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. എന്താണെങ്കിലും അവസാനം വേദ വിക്രമിനെ രക്ഷിക്കുകയാണ്. വിക്രം തെറ്റുകാരനല്ല എന്നുള്ളത് കോടതിയിൽ തെളിയിക്കുകയാണ്. പക്ഷെ അതുവഴി സ്വന്തം ചേട്ടനെ തന്നെയാണ് വേദ കൊടുക്കുന്നത്. കാരണം ചേട്ടൻ അത്രയും ഒരു വൃത്തികെട്ട, അതായത് അത്രയും ക്രൂരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ശ്രീകാന്തിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് ശ്രീകാന്തിനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് വേദ. അങ്ങനെ ഒരു സൂപ്പർ എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതിനിടയ്ക്ക് വേദയും പിന്നീട് വേദയും വിക്രമും തമ്മിലുള്ള പ്രണയ സീനുകളൊക്കെ വരുന്നുണ്ട്. സൂപ്പറാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും മിസ്സാക്കാതെ കാണണം. നെക്സ്റ്റ് ഒരു കിടിലൻ സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും.